വണ്ടി ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ വന്നേ. ഞാൻ അങ്ങോട്ട് എത്തണ്ടേ? അതൊക്കെ നിങ്ങൾ ചാവി എടുത്തിട്ടില്ലേ? അത് വരാനോ കാത്തുക്കാനോ ഒരാടെ എടുത്ത് കൊടുത്തോട്ട്. പിന്നെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി അത്? 18ആണോ 20ആണോ? ചിലപ്പോ നിലനിൽപ്പിക്കുകയോ ചെയ്യോ? അപ്പൊ വിചാരിക്കരുത്. ഞങ്ങൾ തോൽക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരത്തുല്യനായിട്ടുള്ള ഒരാളെ 21ാമത്തെ 22ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ആളെ വൈഫിന് ഞങ്ങൾ ഇവിടെ, ആളിപ്പോ ഖത്തറിലുള്ള, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോയതാണ്. ആളെ വൈഫിന് ഞങ്ങൾ ഇവിടെ ഒരു മുട്ടം പണിയെടുക്കാൻ പോകാം. അപ്പൊ എന്താണ് എങ്ങനെ ആവും നിൽക്കുന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞോളി. എന്നെ ലത്തീഫിനെ ആളെ വൈഫിന് നല്ലോണം അറിയാം, പക്ഷെ ഇവരെ രണ്ടാളെ വൈഫിന് അറിയൂല. അപ്പൊ ഇവർ രണ്ടാളാണ് ഫസ്റ്റ് പോയി കഴിഞ്ഞ് ചെറിയൊരു പണിയും കൊടുത്ത് പോകുന്നത്. എന്തായി പോയിട്ട് വണ്ടി എടുത്ത് പോന്നെ? നിങ്ങളെന്തോ ചോദിച്ചോ? നേരെ ചാവി എടുത്ത് തന്നെ. ഇനി ഞങ്ങൾ പോകാൻ പോവാം. ക്യാമറ എടുക്കുന്നുണ്ടെന്നുള്ള ഉമ്മ അറിയാൻ കിട്ടോ? ഓക്കെ ഓക്കെ. പോയി കേറില്ല പോവാ. ആരാണ്? ഞങ്ങൾ ഒരു നല്ല അജിർക്കാനോട് പറഞ്ഞു. ആ വിളിച്ചോ. ചിലപ്പോ അച്ചിർക്കാർ ആരാ പറഞ്ഞിട്ട് കൊണ്ടുവന്നായിരിക്കും. ഇവിടെ ഉള്ള ആൾക്കാരാ? അല്ല ഇവിടെ ഉള്ള ആൾക്കാരാ? തീരെ കാണാത്ത, നിങ്ങൾ തീരെ കണ്ടില്ല? കാണാത്ത ആൾക്കാരാ? അല്ല ഓല് ഇവിടെ വന്നെന്താ ചോദിച്ചത്? അടവുണ്ട്, പക്ഷെ തെറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് അടിക്കുന്ന വണ്ടിയാ. അല്ല നൂഷ, അല്ല നിങ്ങളോട് ഞാൻ വരുന്നല്ലേ പറഞ്ഞേ. പിന്നെ നിങ്ങൾ എങ്ങനെ വണ്ടി? അല്ല ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ചാവി എടുത്ത് ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കണ്ടേ? നിന്റെ പേരും പറഞ്ഞില്ലല്ലോ. അന്ന് ഒന്നരെ ഏൽപ്പിച്ച. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ അസ്ലങ്കാ വരും പോലെ ചാവി എടുത്ത് വെച്ചാൽ ഞാൻ തിരഞ്ഞെടുക്കല. വൈകുന്നേരം അമ്മീന്ന് ഏൽപ്പിച്ച ഞാൻ അസ്ലങ്കാ വരും ചാവി എടുത്ത് വെക്കണം പറഞ്ഞു വേണ്ടി. പക്ഷെ എന്നാലും അത് അറിയാത്ത എന്നെ ചോദിച്ചാ, എന്നാലും നീ ആരാ എനിക്കൊരു പിടുത്തം ഇവിടെ ഉള്ളതൊന്നും അല്ല. അല്ല അഷിർക്ക, പിന്നെ വണ്ടി ആരെ കൊണ്ട് ഞാൻ പറഞ്ഞാന്ന് അറിയില്ലല്ലേ? നിന്റെ പേരല്ലോ എവിടാന്ന് ചോദിച്ചേ? നിന്റെ പേരല്ലോ എവിടാന്ന് ചോദിച്ചേ? ആരോ വന്ന് ഞാൻ ചാവി എടുത്ത് കൊണ്ടുപോയി പറഞ്ഞു. അല്ല ഇനി കണ്ടില്ല മോനെ ആടാ? ഇനി കണ്ടില്ല? ഇനി ആളെ കണ്ടിട്ടല്ല? അല്ല ഇവിടെ ഉള്ള ആൾക്കാരാണോ? ഇവിടെ നിങ്ങൾ കാണുന്ന ആൾക്കാരാണോ? കട്ടിപ്പാറ അല്ലെങ്കിൽ പോലൂർ എവിടെയെങ്കിലും കാണുന്ന ആൾക്കാരാണോ? ബലന്റെ അല്ല, കട്ടിപ്പാറ അങ്ങോട്ടൊക്കെ വന്നു ചോദിക്കും. അങ്ങാടിയിൽ ഞാനതല്ല ചോദിക്കുന്നത്. നിങ്ങള് പിന്നെ ആരെങ്കിലും വന്നു അതിന്റെ ചാവി എടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എടുത്തു? നിങ്ങൾ ഇവിടെ അല്ലേനോ? അപ്പൊ നിങ്ങൾ നോക്കണ്ടേ? ഞാൻ വരുമ്പോ വണ്ടി എടുത്ത് പോയി. പിന്നെ നിങ്ങൾ പ്രതീക്ഷയിലായി പോയി. ഞാനാണ് നിന്റെ പേര് എവിടെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നെങ്കിൽ ഒന്നിൽ എത്തി അല്ലെങ്കിൽ ഞാൻ വരുന്നാണ് വച്ചിരിക്കാനോട് പറഞ്ഞത്. കുട്ടി ചാവി എടുത്ത് കൊടുക്കാൻ മുന്നിൽ കളിക്കാട്ടോ. എന്താ ചാവി ഞങ്ങളെടുത്തല്ല, നിങ്ങൾ എത്താത്താർക്കും എടുത്തെടുത്താ. ഞങ്ങൾ എന്താക്കാനാ? ഞങ്ങൾ അപ്പം കൂടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ കൂടെ അന്നോ പറഞ്ഞു ആരോ വണ്ടിയിൽ ചാവി എടുത്ത് വയ്ക്കുക. ചെറിയ കുണ്ടന്മാരാ വായില്ലല്ലോ. നീ അവിടെ കണ്ടുക്കോ. അതുകൊണ്ട് തന്നെ പൊരയിൽ വന്നു ഞാൻ. ബാംഗ്ലൂര് ഇവിടെ വയനാടൊക്കെ കട്ടില് പോയിക്കാറ്. ഞാനതല്ല, ബലി മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇവിടെ അല്ലേ?
ഒരു അറിയാത്തവർക്ക് വണ്ടി അറിയാത്തവർ വന്നതെന്ന് പറയാലോ ഞാൻ വിളിച്ചു അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവര് ചാവി കവർ തന്നെ വെച്ച് ഈ ജനലിൽ തന്നെ വെച്ച് ആ നെടുക്കലും പോലും കഴിഞ്ഞിട്ട് വണ്ടി ചാട്ടാക്കലും പോലും കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ വണ്ടി ഇവിടെ എത്തിപ്പോയി പിന്നെ ആണല്ലോ എന്നുള്ള പ്രതീക്ഷ ഞാൻ ശസ്ത്രങ്ക അല്ലേ വന്ന വണ്ടി അന്നപ്പാണ് പറയുന്നത് ശസ്ത്രങ്ക അല്ലാന്ന്. അല്ല ഇവിടെ CC ക്യാമറ ആക്കിയില്ലേ? ക്യാമറയിൽ നോക്കി ആളെ കാണാൻ പറ്റൂലേ? ഓഫാ ക്യാമറ ഓഫാ? ക്യാമറ ഓഫായിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളി. സ്റ്റേഷനിലേക്ക് വിളി. പിന്നെ വണ്ടി നമ്പർ എത്രയും നമ്പർ എത്രയും നമ്പർ മാറി ഓടുന്നുണ്ടാവും. നമ്പർ മാറാൻ സമയമില്ല. ഇപ്പൊ ഇവിടെ വരുമല്ലോ. എത്രയും ടൈം 10 ടൈം ഉള്ളൂ. നമ്പർ മാറി ഓടുന്നുണ്ടാവും. എത്രയും ടൈം ഇപ്പോഴോ വയ്യോ മരുമാൻ കൊടുത്താലാ? ഓടുമ്പോൾ ഇറങ്ങിയാൽ കിട്ടൂലോ. സ്റ്റേഷനിൽ കിട്ടുന്ന കാര്യമില്ല. അവളോട് ചോദിക്കുമ്പോഴാണ് അവളോട് ചോദിക്കുക ആരെങ്കിലും വന്ന് വണ്ടി ചാവി വെച്ചാൽ കൊടുക്കില്ല. ഒരു പേരും വിവരവും അറിയാത്ത ആൾക്കാരല്ലേ. അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് ചോദിച്ചാൽ വണ്ടിയും കൊടുക്കില്ല. ഒന്ന് വരാനോ കാത്തുക്കാനോ എടുത്തു കൊടുത്തോട്ട് ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉമ്മനെ നല്ലോണം ഞാൻ വിളിച്ചിട്ട് വാ വാ ആരോ വന്നിട്ട് വാ. നിങ്ങൾ നോക്കണ്ടേ? ചാവികൾ കൊടുക്കാവോ? ഇവിടെ നിൽക്കട്ടെ ഒരു ഇവിടെ നിൽക്കട്ടെ ചാവി എടുത്ത് കൊടുത്തൂടെ? അങ്ങനെ അറിയാത്തവര് വന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഒന്ന് എടുത്തേക്കണ്ടേ? ഓലെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മുമ്പേ വിളിച്ചാൽ ഇരിക്കുന്നുണ്ടോ മോള് കെട്ടിയെടുക്കാൻ വലിയൊരു ശ്രദ്ധിക്കണ്ടേ? നോക്കാം. ഈ സ്റ്റേഷനിൽ കൊണ്ട് വിളിച്ചാൽ അല്ല വശത്തിനോട് ഒരു കാര്യമില്ല. അവിടെ ഇറങ്ങും പോലെ നമ്മൾ പേര് മാറ്റി നേരെ എന്ത് ചെയ്യും? ബഷീർഖാന്റെ വീടല്ലേ ചോദിച്ചു വരാനുള്ള അത്രയും പരിചയമുള്ള ആരും അയക്കൂലേ? ബഷീർഖാന്റെ വീടല്ലേ ചാവി തരാൻ പറഞ്ഞിട്ട് പറഞ്ഞങ്ങനെ അന്നപ്പോ ഞങ്ങള് പിന്നെ ചാവി തരാൻ നിങ്ങൾ ആരോ പറഞ്ഞങ്ങനെ ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുതല്ലോ. ഞാൻ വരും എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞാൻ ആരോ പറഞ്ഞേക്കാന്ന് വിചാരിക്കരുതല്ലോ. നിങ്ങൾക്കും ചോദിച്ചാൽ ചെയ്യാനും ആര് പറഞ്ഞയച്ചാന്നും ചോദിച്ചാൽ ചെയ്യാം. അങ്ങനെ ചോദിച്ചില്ല. ഇനി ഏതായാലും സ്റ്റേഷനിലൊക്കെ ഒന്ന് വിളിച്ചു. അതാണ്ടി ഇതാണി ആളാരെ ബഷീർക്കാർ ആരെങ്കിലും വണ്ടി നിങ്ങൾ ബഷീർക്കാരുടെ വരാൻ വെച്ചാൽ നിങ്ങൾ തോര മാറിപ്പോയാൽ ഞാൻ അങ്ങനെ പോകാം. നീ അങ്ങനെ ബാക്കി നിങ്ങൾ വണ്ടി ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ വന്നേ. കേക്കട്ടെ മക്കളൊക്കെ ചീത്ത എല്ലാവരും കിട്ടി. ഞങ്ങൾക്കുണ്ട് നിങ്ങൾ തല്ലാൻ ഇറങ്ങിയായിരുന്നു അതുകൊണ്ട് വന്നിട്ട് ഇപ്പൊ കല്ലെടുക്കൊന്ന് കിട്ടിയോ കിട്ടിയോ ഒരു തല്ലോ കിട്ടി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇവരാണ് വണ്ടിക്കള്ളന്മാര്. അപ്പൊ ബഷീർക്ക ഞങ്ങളോട് ഏൽപ്പിച്ച പണി നിങ്ങൾ ഞങ്ങൾക്ക് അതായത് പിന്നെ ഭയങ്കര ധൈര്യമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അതൊക്കെ നിങ്ങളെ പേടിപ്പിച്ചാണ് നിർത്തുന്നത്. നിലവിളിച്ച് നിങ്ങളെ മോളെ ടച്ച് എന്തൊക്കെ പ്രശ്നം വരെ കൈമാറുണ്ടോ. ഒന്നും കൂടി ഒരു സെക്കൻഡ് കൂടി അങ്ങോട്ട് വൈകിപ്പാല് കുട്ടാപ്പിക്കും വരും തല്ലിട്ടേക്കും. പിന്നെ ലാസ്റ്റ് ഉറഞ്ഞു തുള്ളലേനും അതിന്റെ അടുക്ക സർപ്രൈസ് പൊട്ടിച്ചാ. അപ്പൊ ഏതായാലും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബഷീർക്ക.